എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമായിട്ടാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ എല്ലാ ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണിത്. പല ആളുകളും നമ്മളോട് വന്ന് ധനം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് നാളെ തരാം, മറ്റന്നാൾ തരാം, അടുത്ത ആഴ്ച തരാം, അടുത്ത മാസം തരാം, അത് പിന്നെ 1 മാസമാകും, 5 മാസമാകും, 1 വർഷമാകും, 2 വർഷമാകും, പിന്നെ അത് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. പിന്നെ ആളുമില്ല, പേരുമില്ല, ഒരു വിവരവും പിന്നെ കാണത്തില്ല. അങ്ങനെ അനുഭവിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും അല്ലേ? ചില ആളുകൾ മനഃപൂർവ്വം തരാത്ത ആളുകളുണ്ടാവും. ചില ആളുകൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് തരാനായിട്ട് സാധിക്കാതെയും വരാറുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ വരും. എന്തായാലും നമുക്ക് പ്രശ്നം നമ്മുടെ ധനമാണ്. അവർ മനഃപൂർവ്വം തരാതിരുന്നാലും സാഹചര്യങ്ങൾ കൊണ്ട് തരാതിരുന്നാലും ധനനഷ്ടം കൊടുത്തവനാണ് അല്ലേ? അപ്പോൾ ആ വിഷയങ്ങൾക്കൊരു പരിഹാരം പറയുകയാണ്. ഇത് പഴയ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇവിടെ അസ്ട്രോളജി നോക്കാൻ വന്നിട്ടുള്ള കുറച്ച് ആളുകൾക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തിട്ട് അവരത് ചെയ്ത് നോക്കിയിട്ട് അവർക്കതിന് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി എന്ന് നമ്മളോട് പറഞ്ഞ്, അപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിൽ. ഇത്രയുള്ള കാര്യം, ചെറിയൊരു തട്ടമെടുക്കുക, അതിനകത്ത് തവിട് കളയാതെയുള്ള അരി കുറച്ച് ഒരു 2 പിടി അരി വെക്കുക. ഈ റേഷൻ അരിയൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ല, പൗതയിലൊക്കെ ആണെങ്കിൽ പൊടിയും അതും ഇതൊക്കെ ഉണ്ടാവും. ആ അരിക്കകത്ത് കുറച്ച് 1 പിടി കല്ലുപ്പ് ഇട്ട് വെക്കുക. അതിനകത്ത് ചെറിയൊരു ചട്ടി വിളക്ക് വെക്കുക. ഒരു കോട്ടൺ തുണി കൊണ്ട് ഒരു കിഴി കെട്ടി അതിൽ വെക്കുക. കിഴി കെട്ടി വെക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾ തേച്ചിരിക്കണം. അതിനകത്ത് ശുദ്ധമായ നെയ്യ് ഒഴിക്കണം. അതിൻ്റെ വലത് സൈഡിലായിട്ട് ഒരു 5 പച്ചമുളക് അല്ലെങ്കിൽ ഉണങ്ങിയ മുളക് ഉണ്ടായിരിക്കണം. ഇടത് സൈഡിലായിട്ട് ഒരു വാളൻ പുളിയും ഉണ്ടായിരിക്കണം. നീളത്തിലുള്ള വാളൻ പുളി ഉണ്ടല്ലോ, ഞങ്ങളുടെ ഇവിടെയൊക്കെ വാളൻ പുളി എന്നാണ് പറയുന്നത്. ചില ആളുകൾക്കൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. അപ്പോൾ വാളൻ പുളി എന്തായാലും അത് ഈ തട്ടത്തിൽ വെക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ വീടിൻ്റെ ഈശാന കോണിലോ അല്ലെങ്കിൽ കന്യാമൂലയ്ക്കോ ഈ ദീപം കത്തിച്ച് വെച്ച് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് 48 മിനിറ്റ് നേരം ഈ ദീപം കത്തിയിരിക്കണം. ഈ ദീപം കത്തിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥന പറയുക, അല്ല നമ്മുടെ സങ്കല്പം എന്താണോ ആ സങ്കല്പം പറയുക. എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഇന്ന പോലെ ധനം കൊണ്ടുപോയിട്ടുണ്ട്, ആ ധനം എനിക്ക് തിരികെ കിട്ടണം, അതിനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, എന്നുള്ള സങ്കല്പത്തോടു കൂടി ഇത് കത്തിച്ച് വെച്ചിട്ട് ആ കാര്യം തന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ധനം എന്നിലേക്ക് വരണം, എന്നിൽ നിന്ന് പോയ ധനം എന്നിലേക്ക് വരണം, എന്നിൽ നിന്നും പോയ ധനം എന്നിലേക്ക് വരണമെന്നുള്ള ആ ഒരു ചിന്താഗതി നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഇത് ചെയ്യണം. ഒരു 10 മിനിറ്റ് വരെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ 10 മിനിറ്റ് നേരം നമ്മളിരിക്കുക. വീട്ടിൽ ആരാണോ അടുത്തുള്ളത് ആ ആൾ അവിടെ അടുത്ത വന്നിരിക്കുക. അങ്ങനെ 48 മിനിറ്റ് നേരം കൃത്യമായിട്ട് ഇത് കത്തിയിരിക്കണം. അതിനു മുമ്പ് ഇത് അണഞ്ഞു പോകാൻ പാടില്ല. ഇത് 48 ദിവസം, 48 ദിവസം എന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലകാലം ഇത് തുടർച്ചയായി ചെയ്യണമെന്നുള്ളതാണ്. മിക്കവാറും അതിനിപ്പുറത്ത് തന്നെ നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ധനം നമ്മളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. ഇത് റിസൾട്ട് അതിന് ഉണ്ടായ കാര്യമാണ്. ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്കുണ്ടാകും. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന കാര്യമല്ല, വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.